നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്ലാന്റഡ് അക്വേറിയമാണ്. അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു പ്ലാന്റഡ് അക്വേറിയമാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മത്സ്യത്തിൻ്റെ പേരെന്ന് വന്നിട്ട് അവർ ടെട്ര വിഭാഗത്തിൽ പെടുന്ന മത്സ്യങ്ങളാണ്. പേര് ആൽബിനോ ലെമൺ ടെട്ര എന്നാണ്. വൈറ്റ് കളറിലാണ് ഇവരെ കാണപ്പെടുക. ഇപ്പോൾ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് ടെട്ര വിഭാഗത്തിൽ തന്നെ പെടുന്ന വിഡോ ടെട്രയാണ്. ഇത് യെല്ലോ കളർ വിഡോ ടെട്രയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിൽ പ്ലെക്കോ വിഭാഗത്തിൽ പെടുന്ന ബ്രിസിൽ നോസും കാണുന്നു. അതുപോലെ തന്നെ ഒരു അക്വേറിയത്തിൽ നമ്മൾ ഡ്രിഫ്റ്റ് വുഡ്, ലാവ റോക്ക്, ലാവ ചിപ്സ് എന്നിങ്ങനെയുള്ള കോമ്പണൻസും കൂടെ നിക്ഷേപിക്കുന്നുണ്ട്. ഇവ നൈട്രോസോമോണസ് ബാക്ടീരിയയുടെ ആവാസ കേന്ദ്രമാണ്. സർഫേസ് ഏരിയ കൂടുതലുള്ള സ്ഥലത്താണ് നൈട്രോസോമോണസ് ബാക്ടീരിയ കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ പലതരത്തിലുള്ള പ്ലാന്റുകൾ നമ്മൾ ഇതിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ക്രിപ്റ്റോകോറൈനുകൾ, ജാവ ഫേൺ, അനൂബിയാസ് അങ്ങനെയുള്ള ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലബാറിക് ഫേൺ എന്നിങ്ങനെയുള്ള ചെടികളും നട്ടുപിടിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് ഷ്രിമ്പുകളും നമ്മുടെ അക്വേറിയത്തിലുണ്ട്. ഇത് വന്നിട്ട് യെല്ലോ ഷ്രിമ്പാണ്. ഷ്രിമ്പുകൾ പൊതുവെ ആൽഗെ ഈറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ അക്വേറിയം വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇവർക്ക് സംരക്ഷിക്കാൻ സാധിക്കും. കൂടാതെ നമ്മൾ ഇതുപോലെയുള്ള സ്നെയിലുകൾ കണ്ടുവരുന്നത് ഇത് അസാസിൻ സ്നെയിൽസാണ്. ഈ അസാസിൻ സ്നെയിൽസ് വന്നിട്ട് മറ്റുള്ള സ്നെയിൽസിനെയൊക്കെ ഇത് ഹാംഫുൾ ആയിട്ടുള്ള സ്നെയിൽസിനെയൊക്കെ ഇവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു.